ഓക്കെ, അപ്പോൾ എന്താണ് നമ്മളെ +1 കെമിസ്ട്രിയിൽ അപ്പോൾ എന്താണ് ഇനോർഗാനിക് കെമിസ്ട്രി എന്ന് പറയുന്നത്. അതായത് കെമിസ്ട്രി എന്ന് പറയുന്ന 3 ടൈപ്പ് ഉണ്ട്. ഓർഗാനിക് കെമിസ്ട്രി, ഇനോർഗാനിക് കെമിസ്ട്രി, ഫിസിക്കൽ കെമിസ്ട്രി. അതിൽ ഇനോർഗാനിക് കെമിസ്ട്രീൻ്റെ ഹാർട്ട് ആൻഡ് സോൾ, ദ ഫൗണ്ടേഷൻ, ദ ബേസ് എന്നറിയപ്പെടുന്ന ചാപ്റ്ററാണ് കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മോളിക്കുലർ സ്ട്രക്ചർ. ഇത് ആക്ച്വലി നമ്മൾ ഓർഗാനിക് കെമിസ്ട്രി പഠിക്കണമെങ്കിൽ അറിഞ്ഞിരിക്കേണ്ട ബേസ് ചാപ്റ്ററാണ് ഈ ചാപ്റ്റർ. ഇതിൽ വരാൻ സാധ്യതയിൽ NCERT എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ് നോക്കാം. അപ്പോൾ അത്രത്തോളം ഇമ്പോർട്ടൻസ് ഇല്ല ചാപ്റ്ററാണ്. ഈ ചാപ്റ്റർ മര്യാദയ്ക്ക് അറിയില്ലെങ്കിൽ ഇത് ഈ ട്രിപ്പിൾ ബോണ്ട്, ഡബിൾ ബോണ്ട് ഇതൊന്നും അറിയില്ലെങ്കിൽ ഓർഗാനിക് കെമിസ്ട്രി കുറച്ച് പ്രയാസമായിരിക്കും. ചെയ്യാൻ പറ്റില്ല എന്നല്ല, പക്ഷേ പല കാര്യങ്ങൾ ബൈ ഹാർട്ട് ആക്കേണ്ടി വരും. ഇത് നിങ്ങൾക്ക് കണ്ടന്റ് മനസ്സിലാക്കുകയാണെങ്കിൽ കുറച്ചും കൂടി കാര്യങ്ങൾ എളുപ്പമാവുന്നില്ലതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. നമുക്കെങ്കിലും നോക്കാം. നല്ല എന്താണ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയൊരു ചാപ്റ്റർ ആയത്. പേജ് നമ്പർ 110 പ്രോബ്ലം 4.3 ചെയ്യുക, എക്സാമിന് വരും. അതേപോലെ തന്നെ പ്രോബ്ലം 4.4 ചെയ്യുക, അതും എക്സാമിന് വരും. ഇതിൽ കുറേ ഫജാൻസ് റൂൾസും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇതാ ഈ NF3 ലെസ് ദൻ ഡൈപോൾ മൊമെൻറ്റ് ഓഫ് NF3 ലെസ് ദൻ NH3 എന്നാണ് ഇത്. എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻ ആണ്, എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നത്. അതൊക്കെ നിങ്ങൾ ടിപ്പിക്കലായിട്ട് നോട്ട് ബുക്കിൽ ചെയ്ത ക്വസ്റ്റൻസ് ആയിരിക്കും, അല്ലെങ്കിൽ ടീച്ചർ തന്ന ക്വസ്റ്റൻസ് ആയിരിക്കും. അല്ല നമുക്കതിൽ നോക്കാം. ഇത് കുറേ ഹൈബ്രിഡൈസേഷൻ്റെ ഇതിൽ കുറേ തിയറീസ് ഉണ്ടല്ലോ. നമ്മളെ VSEPR തിയറി, ഹൈബ്രിഡൈസേഷൻ തിയറി, മോളിക്കുലർ ഓർബിറ്റൽ തിയറി. ഇതിൽ ക്വസ്റ്റൻസ് കഴിഞ്ഞോളി, കുറേ വലിയ ചാപ്റ്ററാണ്. അപ്പോൾ ഇത്ര ക്വസ്റ്റൻസ് ചെയ്യുള്ളൂ. ഇതിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ആ പറഞ്ഞ ക്വസ്റ്റൻസ് നിർബന്ധമായിട്ട് പ്രാക്ടീസ് ചെയ്യുക NCERT എക്സാമ്പിൾസ് ആയിട്ട്. ഓക്കെ, നമുക്ക് ഇതിൽ വരാൻ സാധ്യതയിൽ NCERT എക്സസൈസ് ക്വസ്റ്റൻസ് നോക്കാം. നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഇതിൽ പല ക്വസ്റ്റൻസ് നിങ്ങൾക്ക് എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റുന്നത്, അതും ഞാൻ ഡിസ്കസ് ചെയ്യുന്നില്ല. നിങ്ങളെ കുറച്ച് കുഴപ്പിക്കാൻ ഞാൻ ചില ക്വസ്റ്റൻസ് നോക്കാം. അറേഞ്ച് ദ ബോൺസ് ഇൻ ഓർഡർ ഓഫ് ദർ ഇൻക്രീസിങ് അയോണിക് ക്യാരക്ടർ ഇൻ ദ മോളിക്യൂൾ നോക്കാം. എന്തെല്ലാം ഉണ്ട്? ലിത്തിയം ഫ്ലൂറൈഡ്, K2O, അത് നൈട്രജൻ, സൾഫർ ഡയോക്സൈഡ്, ClF3. ഇതിൻ്റെ പേര് എന്താണെന്ന് അറിയില്ല, നോക്കാം നമുക്ക്. അപ്പോൾ അയോണിക് ക്യാരക്ടർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ലാറ്റിസ് എനർജി, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ സൈസ് ഓഫ് അയോൺ ആൻഡ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ചാർജ് ഓഫ് അയോൺ. അപ്പോൾ ഇത്രത്തോളം റിലേഷൻസ് ഉണ്ട്, നമുക്ക് നോക്കാം. എ നോൺ പോളർ മോളിക്യൂൾ ലൈക്ക് N2 ഹാസ് ഓൾമോസ്റ്റ് നെഗ്ലിജിബിൾ അയോണിക് ക്യാരക്ടർ. അതായത് അവർ പറഞ്ഞു തന്നത് നൈട്രജൻ എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്, ഈ പറഞ്ഞ എന്താണ് കോവാലൻ ബോണ്ടിങ്ങിൽ നിൽക്കുന്ന ഒരാൾ. അപ്പോൾ അതിന് ഓൾമോസ്റ്റ് അതിന് അയോണിക് ക്യാരക്ടർ ഓൾമോസ്റ്റ് നമുക്ക് അപ്രോക്സിമേറ്റ്ലി 0 ആയിട്ട് തന്നെ എടുക്കുക, അത്രത്തോളം അതിന് ഉണ്ടാവില്ല. അപ്പോൾ ഇതായിരിക്കും ലാസ്റ്റ് വരുന്നത്, കാരണം ഇത് ഓൾമോസ്റ്റ് കോവാലൻ ക്യാരക്ടർ. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അയോണിക് ക്യാരക്ടർ. അതായത് ഇപ്പോൾ NaCl എന്ന് പറയുമ്പോൾ എന്താ, Na+ഉം Cl- ആണ്. അപ്പോൾ ഇത് അയോണിക് ക്യാരക്ടറാണ്. ഇതിൻ്റെ രണ്ടിൻ്റെ ഇലക്ട്രോൺസിൻ്റെ ഷെയറിങ്ങും ലോസിലാണ്, ഷെയറിംഗ് എന്നല്ല, ഇതിൻ്റെ എന്താണ് ഗെയിനും ലോസിലാണ് ഇതിങ്ങനെ മോളിക്യൂൾ നിൽക്കുന്നത്. പക്ഷേ മറ്റേ കോവാലൻ എന്താ ഷെയറിങ്ങിലാണ് നിൽക്കുന്നത്, അതതിൻ്റെ വ്യത്യാസം. നമുക്ക് നോക്കാം. അപ്പോൾ എന്താണ് ഇതിൻ്റെ ഓർഡർ? അപ്പോൾ N2 ലെസ് ദൻ SO2 ലെസ് ദൻ ClF3 ലെസ് ദൻ K2O ലെസ് ദൻ LiF. LiFലായിരിക്കും എന്താണ് ഈ പറഞ്ഞ ഏറ്റവും കൂടുതലുണ്ടാവുക ചാർജ് ഓൺ അയോൺ. ഇതിപ്പോൾ -1, ഇത് +1. സൈസ് ഓഫ് അയോൺ, അതായത് സൈസ് ഓഫ് അയോൺ കുറയും തോറും നമ്മളെ അയോണിക് ക്യാരക്ടർ കൂടും. അപ്പോൾ എന്താ നമുക്കറിയാം, ഫ്ലൂറിന് കമ്പാരിറ്റീവ്ലി എക്സെപ്ഷണലി സ്മോൾ സൈസാണ്. അപ്പോൾ ഇതിന് സൈസ് കുറയുമ്പോൾ എന്താ, ഇതിന് അയോണിക് ക്യാരക്ടർ കൂടും. അതാണ് ഇതിൻ്റെ ഒരു റീസണായിട്ട് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഓർഡർ നിങ്ങൾ കറക്റ്റായിട്ട് വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ. N2 ലെസ് ദൻ SO2 ലെസ് ദൻ, ആ പറഞ്ഞ അതായത് ഈ പറഞ്ഞ റിലേഷൻസ് എല്ലാം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇത് എഴുതിയിരിക്കുന്നത്. N2 ലെസ് ദൻ CO2 അല്ല SO2 ലെസ് ദൻ ClF3 ലെസ് ദൻ K2O ലെസ് ദൻ LiF. ഇതാണ് ഈ ക്വസ്റ്റ്യൻ ആൻസർ. നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഇനി അപ്പാർട്ട് ഫ്രം ടെട്രാഹെഡ്രൽ ജോമെട്രി. ഓക്കെ, പലതരം ജോമെട്രി പഠിക്കുന്നത്. അതിലൊരു ജോമെട്രിയാണ് ടെട്രാഹെഡ്രൽ. ട്രയഗണൽ പ്ലേനാർ ഉണ്ട്, മറ്റേ ഈ പറഞ്ഞ ലീനിയർ ഉണ്ട്. അപ്പോൾ ഇതിൽ ടെട്രാഹെഡ്രൽ ജോമെട്രി. അനദർ പോസിബിൾ ജോമെട്രി ഫോർ CH4. ഓക്കെ, CH4ന് ജോമെട്രി നമുക്കറിയാം. അതായത് കാർബണ് നടുക്കും, പിന്നെ എന്താണ് 1, 2, 3 ഹൈഡ്രജൻ അല്ലേ. ഇതൊരു എന്താണ് ടെട്രാഹെഡ്രൽ ജോമെട്രിയിൽ നിൽക്കുന്നതാണ്. ഈ സ്ക്വയർ പ്ലേനാർ വിത്ത് ദ 4 ഹൈഡ്രജൻസ് അറ്റ് ദ കോർണേഴ്സ് ഓഫ് ദ സ്ക്വയർ ആൻഡ് കാർബൺ ആറ്റം ഇൻ സെൻറ്റർ. എക്സ്പ്ലെയിൻ വൈ CH4 ഇസ് നോട്ട് സ്ക്വയർ പ്ലേനാർ. ഈ പറഞ്ഞ അപ്പോൾ ഇതിന് പോസിബിൾ ആയിട്ടുള്ള വേറൊരു സ്ട്രക്ചർ എന്ന് പറയുന്നത് ജോമെട്രി എന്ന് പറയുന്നത് സ്ക്വയർ പ്ലേനർ. പക്ഷേ അത് അങ്ങനെ കാണിക്കുന്നില്ല. CH4 ഇസ് നോട്ട് സ്ക്വയർ പ്ലേനർ. വൈ? അതിന് നമുക്ക് എന്ത് ചെയ്യാം, നമ്മളെ ഈ സെൻട്രൽ ആറ്റം ആയിട്ടുള്ള കാർബണിൻ്റെ ഗ്രൗണ്ട് സ്റ്റേറ്റ് ഇല്ല, അതായത് നോർമൽ കണ്ടീഷൻസിൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നോക്കുക. ആറ്റോമിക് നമ്പർ 6 ആയതുകൊണ്ട് 1s2 2s2 എന്താ, പിന്നെ P ഓർബിറ്റൽസ് 3 എണ്ണം ഉണ്ട്, അതായത് PX PY PZ. അപ്പോൾ എന്താ 2 ഇലക്ട്രോൺസ്, അതായത് നമ്മൾ 2p2 എന്ന് പറഞ്ഞിട്ട് എഴുതുക. പക്ഷേ അതെന്താണ് ആക്ച്വലി ഈ പറഞ്ഞ എക്സിൻ്റെതിലും പിന്നെ വൈയിലേക്ക് എന്തുണ്ട് ഓരോ ഇലക്ട്രോൺസ് ഷെയർ ആവുന്നുണ്ട്. അത് ആക്ച്വലി നമ്മൾ 2p2 എന്ന് പറഞ്ഞിട്ടാണ് എഴുതുക. പക്ഷേ എന്താ ഈ 2 ഇലക്ട്രോൺസ് ഇത് രണ്ടിലേക്ക് ഷെയർ ചെയ്യും, ഓരോന്നിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ എക്സൈറ്റഡ് സ്റ്റേറ്റിലാവും എന്താ ഈ പറഞ്ഞ അപ്പോൾ എന്താ എക്സൈറ്റഡ് സ്റ്റേറ്റിലാകുമ്പോൾ എന്താണ് എക്സെപ്റ്റ്സ് ആൻ ഇലക്ട്രോൺ. അപ്പോൾ ആ ഇലക്ട്രോൺ എവിടെ കയറി ഈ PZ കയറി. അപ്പോൾ ഇവിടെ ഇലക്ട്രോൺ വന്നു. അപ്പോൾ എന്താ 2px 2py 2pz. അപ്പോൾ ഇതൊരു 2p3ലേക്ക് വന്നു, sp3 ആയി. അപ്പോൾ എങ്ങനെയാണ് sp3 എന്ന് പറയുമ്പോൾ, അതായത് ഇതും പിന്നെ ഇത് 3 അല്ലേ. അതായത് ഒരു S ഓർബിറ്റലും പിന്നെ 3 p ഓർബിറ്റൽസ്. അപ്പോൾ ചേർന്നിട്ട് എന്തായി ഈ പറഞ്ഞ അവിടെ എന്തുണ്ടല്ലോ ഒരു ഇലക്ട്രോൺ ഉണ്ട്. ഓക്കെ. ആക്ച്വലി ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്, ഞാൻ പറഞ്ഞുതരാം. ഇവിടെ എന്താ സംഭവിച്ചാൽ ചില എക്സ്ട്രയിൽ ഇലക്ട്രോൺ വന്നില്ല.
ഇവിടെ 2 ഇലക്ട്രോൺസ് ഇതിൽ നിന്ന് ഒരു ഇലക്ട്രോൺ ഇവിടെയൊക്കെ ആക്ച്വലി പോയതാണ്. അതായത് നിങ്ങളിവിടെ കാണുന്നുണ്ട് ഈ S2 എന്നുള്ളത് S1 ആയിട്ട് മാറി. അതായത് ഒരു ഇലക്ട്രോൺ എടുത്തേക്ക് പോയി നമ്മുടെ പിയിലേക്ക് പോയി. അപ്പോൾ ഇതിലൊരു ഇലക്ട്രോൺ ഉണ്ട്, ഇതിലൊരു ഇലക്ട്രോൺ ഉണ്ട്, ഇതിലൊരു ഇലക്ട്രോൺ ഉണ്ട്, ഇതിലൊരു ഇലക്ട്രോൺ ഉണ്ട്. അതായത് ഇങ്ങനെ ഇതിപ്പോൾ 2 ഇലക്ട്രോൺ ഇത് 2s2 ആയിരുന്നു, ഇത് 2p2 ആയിരുന്നു. അപ്പോൾ എന്താ ഇത് ഒരു ഇലക്ട്രോൺ നേരെ ചാടിയിട്ട് ഇവിടത്തേക്ക് പോയി. അപ്പോൾ എന്താ ഇത് 2p3 ആയി, ഇവിടെ ഒരു ഇലക്ട്രോൺ പിന്നെ ഇവിടെ ഒരു ഇലക്ട്രോൺ പോയി. അപ്പോൾ ഇത് 2s1 ആയി. അപ്പോൾ ഇങ്ങനെ അപ്പോൾ ഇത് എന്താ sp3 ഫോർമാറ്റിലല്ലേ, അത് sp3 ഹൈബ്രിഡൈസേഷനിൽ നിൽക്കും. നമുക്ക് നോക്കാം. ഇനി CH4 മോളിക്യൂൾ കാർബൺ ഇസ് sp3 ഹൈബ്രിഡൈസ്. ഇതിന്ന് വളരെ പകൽ വെളിച്ചം പോലെ വ്യക്തമാണ്. സോ ഇറ്റ് ഇസ് ടെട്രാഹെഡ്രൽ ഇൻ ഷേപ്പ്. ഓക്കെ. ഫോർ സ്ക്വയർ പ്ലാനർ DsP2 ഹൈബ്രിഡൈസേഷൻ ഇസ് റിക്വയർഡ്. ഓക്കെ. സ്ക്വയർ പ്ലാനറിൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് എന്തുവാണ്, DsP2 ഹൈബ്രിഡൈസേഷൻ വേണം. പക്ഷേ ഇവിടെ എന്താ sp3 മാത്രമേ ഉള്ളൂ. വിച്ച് ഇസ് നോട്ട് പോസിബിൾ ഇൻ കാർബൺ ഡ്യൂ ടു ദ ആബ്സെൻസ് ഓഫ് ഡി ഓർബിറ്റൽ. ഇവിടെ നിങ്ങൾ നോക്കി നോക്കുക, ഡി ഓർബിറ്റൽ എടോ ഈ കാർബണിൽ ഡി ഓർബിറ്റലൊന്നും ഇല്ല. എങ്ങനെ പോയാലും ഇയാൾക്ക് ഇതെന്ന് എന്ന് പറയുന്നത് കടം ചോദിക്കാനല്ലോ പറ്റും, അല്ലാണ്ട് ഡി ഓർബിറ്റലിന് എക്സ്ട്രാ ഡീലിൽ കയറ്റാൻ പറ്റുമെന്നില്ലല്ലോ. അതിന് എന്തുവാണ് മറ്റേന്താ ഡി എലമെൻറ്റിൻ്റെ കോൺഫിഗറേഷൻ വരുന്ന എലമെൻറ്റ് തന്നെ വരണം, അല്ലെങ്കിൽ കാര്യം നടക്കില്ല. അപ്പോൾ എന്താ കാർബണിൽ ഡി ഓർബിറ്റൽസ് ഇല്ല. അപ്പോൾ എന്താ ഈ പറഞ്ഞ DsP2 നടക്കില്ല. ഫർദർ മോർ ഇതിൻ്റെ അതൊരു റീസൺ. വേറെ റീസൺ ഫർദർ മോർ അക്കോർഡിംഗ് ടു VSEPR തിയറി, വാലൻസ് ഷെയർ ഇലക്ട്രോൺ പെയർ റിപ്പൾഷൻ തിയറി, ദ 4 ബോണ്ടഡ് ഇലക്ട്രോൺ പെയർസ് അറൗണ്ട് കാർബൺ അറേഞ്ച്ഡ് ദംസെൽസ് ഇൻ എ റെഗുലർ ടെട്രാഹെഡ്രൺ ജോമെട്രി. അപ്പോൾ ഈ കാർബൺ സെല്ലല്ല, ഈ ഹൈഡ്രജൻ സെല്ലോ എന്താണ് ഒരു ടെട്രാഹെഡ്രൺ ജോമെട്രിയിൽ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഫോർ ടെട്രാഹെഡ്രൽ സ്ട്രക്ചർ ബോണ്ട് ആംഗിൾ എന്ന് പറയുന്നത് 109 ഡിഗ്രി എന്താണ് 28 മിനിറ്റ്സ്, അല്ലെങ്കിൽ 109 എന്താണ് 0.5 ഡിഗ്രിയിൽ വെക്കുന്നത്. വൈൽ ഇൻ സ്ക്വയർ പ്ലാനർ സ്ട്രക്ചർ അല്ല ആ പറയുന്ന ബോണ്ട് ആംഗിൾ 90 ഡിഗ്രി. ദർ ഫോർ ഇൻ ടെട്രാഹെഡ്രൽ സ്ട്രക്ചർ റിപ്പൾഷൻസ് ബിറ്റ്വീൻ ബോണ്ടഡ് ഇലക്ട്രോൺസ് ഇസ് ലെസ് ദൻ ദാറ്റ് ഓഫ് സ്ക്വയർ പ്ലാനർ. ഇത് നമ്മൾ VSEPR തിയറി വെച്ചിട്ട് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുക? VSEPR തിയറി എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് പരമാവധി ഈ പറഞ്ഞ എന്താണ് ആ റിപ്പൾഷൻസ് ഇലക്ട്രോൺ റിപ്പൾഷൻസ് കുറക്കേണ്ടിയിട്ടാണ് ഇവിടെ എന്താ CH4 ഇതിനൊക്കെ ഇവിടെ ഹൈഡ്രജൻ ഉണ്ട് അല്ലേ. അതായത് ഇവർ തമ്മിൽ ഈ പറഞ്ഞത് കുറക്കേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുന്നത്. ഇതിപ്പോൾ എന്താ ഒരു 109 ഡിഗ്രിയിൽ 4 നിൽക്കുന്നത്. പക്ഷേ ഇതിപ്പോൾ എന്താണ് ഈ പറഞ്ഞ ഇത് ഇത് 90 ഡിഗ്രിയിൽ എന്താ ഇത് കുറച്ചും കൂടി അടുത്ത് വരും. അപ്പോൾ ഈ പറഞ്ഞ ഇലക്ട്രോൺസ് തമ്മിൽ റിപ്പൾഷൻ ഒരു ഇങ്ങനെ അത് അത്ര മോളിക്യൂളിന് അത്ര ഇഷ്ടപ്പെടില്ല. ഇങ്ങനെ ഒരു സംഭവം അത്ര വരില്ല. ഐ മീൻ എന്ന് പറയുക ഇറ്റ് ഡസൻ ലൈക്ക് ദറ്റ് റിപ്പൾഷൻ. അപ്പോൾ റിപ്പൾഷൻ പരമാവധി കുറയ്ക്കേണ്ടിയിട്ടാണ് എന്ത് മോളിക്യൂൾ ശ്രമിക്കുക, നമ്മളെ മോളിക്യൂൾ ശ്രമിക്കുക. അപ്പോൾ ആ അതായത് അതിൻ്റെ റിപ്പൾഷൻ പരമാവധി കുറയുന്ന രീതിയിൽ ജോമെട്രി ആയിരിക്കും അപ്പോൾ സ്വീകരിക്കുക. അപ്പോൾ എന്താ സ്ക്വയർ പ്ലാനറിൽ എന്തായാലും 90 ഡിഗ്രി. അപ്പോൾ കാര്യം നടക്കില്ല. നിങ്ങൾ 4 വെച്ച് നോക്ക്, ഇത് 4 ഇങ്ങനെ വെച്ചാൽ എന്താ ഇത് ഹൈഡ്രജൻ എല്ലാം 90, ഇത് 90 അവിടെ കംപ്ലീറ്റ് മോളിക്യൂൾ അടിച്ചുകൂടെ കംപ്ലീറ്റ് അൺസ്റ്റേബിൾ ആയി പോകും. ഇവിടുന്ന് റിപ്പൾഷൻ കംപ്ലീറ്റ് എന്ന് പറയുന്നത് നമ്മുടെ മോളിക്യൂലേ ഭയങ്കര അൺസ്റ്റേബിൾ ആയി പോകും. അതുകൊണ്ട് എന്ത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഈ പറഞ്ഞ നമ്മളെ സ്ക്വയർ പ്ലാനർ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഇതാണ് ഈ ക്വസ്റ്റിൻ്റെ ആൻസർ ആയിട്ട് നിങ്ങൾ എഴുതി കൊടുക്കേണ്ട. നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. കൺസിഡറിങ് എക്സ് ആക്സിസ് എസ് ഇന്റർ ന്യൂക്ലിയർ ആക്സിസ് വിച്ച് ഓഫ് ദ ഫോളോയിങ് വിൽ നോട്ട് ഫോം എ സിഗ്നൽ ബോണ്ട് ആൻഡ് വൈ. ഇതിലേതാ ആക്സിൽ ഓവർലാപ്പിംഗ് റിസൾട്ട്സ്. അപ്പോൾ ആക്സിൽ ഓവർലാപ്പിംഗ് ആണ് ഏതിൻ്റെ ഫോർമേഷനിൽ സിഗ്മ ബോൺസിൻ്റെ ഫോർമേഷനിലേക്ക് സഹായിക്കുന്നത്. ഓൺലി സി വിൽ നോട്ട് ഫോം. അതായത് ഈ 2pyയും 2pyയും അവർ രണ്ടുപേരും തമ്മിലുള്ള എന്താണ് ആ പറഞ്ഞ എന്ത് നടക്കില്ല, അവർ തമ്മിൽ സിഗ്മ ബോണ്ട് ഉണ്ടാവില്ല. ബിക്കോസ് ഓൺ ടേക്കിംഗ് എക്സ് ആക്സിസ് ഇൻ്റർ ന്യൂക്ലിയർ ആക്സിസ് 2py ആൻഡ് എന്താണ് 2py ഓർബിറ്റൽസ് ഓർ വൈ എന്താണോ അല്ല ഓവർലാപ്പ് സൈഡ് വേസ് ലാറ്ററൽ ഓവർലാപ്പിംഗ് ലാറ്ററലായിട്ടായിരിക്കും ഓവർലാപ്പ് ചെയ്യുന്നത്. റിസൾട്ട് ഇൻ ദ ഫോർമേഷൻ ഓഫ് പൈ ബോണ്ട്. നമ്മൾ എക്സ് ആക്സിസ് ആണ് നമ്മൾ ഇതായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ എന്താ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഈ പറഞ്ഞ ആക്സിൽ ഓവർലാപ്പിംഗ് അല്ല നടക്കുന്നത്. ലാറ്ററൽ എന്ന് പറയുമ്പോൾ ഇതിപ്പോൾ അതായത് 2py എന്ന് പറയുമ്പോൾ ഈ y ആക്സിസ് ആയിരിക്കുമല്ലോ. അപ്പോൾ എന്താണ് ഇങ്ങനെ ഒരു സൈഡ് വേസ് സൈഡിൽ ഓവർലാപ്പിംഗ് ആയിരിക്കും നടക്കുന്നുണ്ട്. ഈ ഫിഗറിങ് കാണുന്നതിൻ്റെ മനസ്സിലാവും സൈഡ് വേസ് ഓവർലാപ്പിംഗ്. അപ്പോൾ ഈ 2py എടുക്കും. അപ്പോൾ അവർ തമ്മിൽ എന്താ അത് തമ്മിൽ ഈ പറഞ്ഞ ഒരു പൈ ബോണ്ട് ആയിരിക്കും കൂടുതലായിട്ട് ഫോം ചെയ്യുക. അതുകൊണ്ടാണ് അവിടെ എന്ത് നടക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ആൻസർ ആയിട്ട് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെ തന്നെ എന്താണ് 4 ഓപ്ഷൻ തന്നിട്ട് വരും. പിന്നെ ആൻസർ എന്ന് എഴുതി കൊടുക്കേണ്ടത് 2py ആൻഡ് 2py. ഓക്കെ, നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്തിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ഇന്നത്തെ പാർട്ട് അവസാനിപ്പിക്കുക. റൈറ്റ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് എ പ്ലസ് ആൻഡ് മൈനസ് സൈൻ ഷോൺ റെപ്രസെൻറ്റിംഗ് ദ ഓർബിറ്റൽസ്. നമ്മൾ ഓർബിറ്റൽസ് എഴുതുന്ന തമ്മിൽ പ്ലസ് ഓർ മൈനസ് എന്ന് പറഞ്ഞിട്ട് എഴുതുക. അതിൻ്റെ എന്താണ് ഇമ്പോർട്ടൻസ് എന്ന് ചോദിക്കുന്നത്. ഓർബിറ്റൽസ് ആർ റെപ്രസെൻറ്റഡ് ബൈ വേവ് ഫംഗ്ഷൻ. നമ്മളെ അല്ലെങ്കിൽ സൈ സ്ക്വയർ ഒക്കെ ആണെങ്കിൽ നമ്മൾ ഏതെന്ന് പറയുന്നത് വേവ് ഫംഗ്ഷൻസ് എന്ന് പറയുന്നത് നമ്മൾ ആക്ച്വലി സ്ക്രോഡിഞ്ചർ വേവ് ഇക്വേഷനായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ടേംസ് ചെയ്തല്ലോ. അപ്പോൾ എന്താ എ പ്ലസ് സൈൻ ഇൻ ദ ഓർബിറ്റൽ റെപ്രസെൻറ്റ്സ് എ പോസിറ്റീവ് വേവ്. നമ്മൾ പോസിറ്റീവായിട്ട് പോകുന്ന വേവിനെയാണ് ആക്ച്വലി ദിസ് ഈസ് എ കളക്ഷൻ ഓഫ് വേവ്സ് ആണ്. അപ്പോൾ പോസിറ്റീവായിട്ട് പോകുന്ന വേവിനാണ് പ്ലസ് വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യുക. അതേപോലെ മൈനസ് സൈൻ റെപ്രസെൻറ്റ്സ് എ നെഗറ്റീവ് വേവ്. നെഗറ്റീവായിട്ട് പോകുന്ന വേവ് ഫംഗ്ഷനെയാണ് നെഗറ്റീവ് സൈ ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത് നമ്മൾ നെഗറ്റീവ് സൈൻ വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ പോസിറ്റീവ് പ്ലസ് സൈൻ ഫോർ പോസിറ്റീവ് വേവ് ഫംഗ്ഷൻ, മൈനസ് സൈൻ ഫോർ നെഗറ്റീവ് വേവ് ഫംഗ്ഷൻ. കോമ്പിനേഷൻ ഓഫ് 2 വേവ് ഫംഗ്ഷൻസ് ഹാവിംഗ് സിമിലർ സൈൻ ഗീവ് ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽ വൈൽ ദാറ്റ് ഹാവിംഗ്. അതായത്
ടു വേവ് ഫംഗ്ഷൻ ഹാവിങ് സിമിലർ സൈൻ. അതായത് ഒരു പ്ലസ് വേവ് ഫംഗ്ഷനും അതേപോലെ വേറൊരു പ്ലസ് വേവ് ഫംഗ്ഷനും ചേർന്നിട്ട് എന്തുണ്ടായി, നമ്മളെ ഈ പറഞ്ഞ ബോണ്ടിങ് മോളിക്കുലർ, അതായത് BMO ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽ ഉണ്ടായി. നിങ്ങളിത് പഠിച്ചിട്ടുണ്ട് ഇതെന്താണെന്നുള്ളത്. അതേപോലെ ഡിഫറൻറ്റ് സൈൻസ് പ്ലസ്സും ഒരു പ്ലസ് വേവ് ഫംഗ്ഷനും മൈനസ് വേവ് ഫംഗ്ഷനും ചേർന്നിട്ട് എന്തായി, ആൻറ്റി ബോണ്ടിങ്, അതായത് ABM ആൻറ്റി ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റലായിട്ട് റിസൾട്ട് ചെയ്ത് ഗീവ് ആൻറ്റി ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റ്. ഇതാണ് ഈ ക്വസ്റ്റ്യൻ ആൻസർ. അപ്പോൾ എന്ത് ഇത്ര ക്വസ്റ്റ്യൻസ് നിങ്ങൾ നിർബന്ധമായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഇനി ബാക്കി നമുക്ക് അടുത്തതിൽ കാണാം.